ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മക്കീറ്റയുടെ LS1040 എന്ന് പറഞ്ഞ മെഷീനാണ്. മക്കീറ്റയുടെ ഈ മൈട്രോസോയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു മോഡലാണ് മക്കീറ്റയുടെ LS1040. ഇപ്പം ഫാബ്രിക്കേഷൻ വർക്കേഴ്സിന് ആരോട് ചോദിച്ചാലും മക്കീറ്റയുടെ LS1040 കുറിച്ച് അറിയാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും അതിലൂടെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം ഇഷ്ടംപോലെ ഈ ഫാബ്രിക്കേഷൻ വർക്കേഴ്സ് എല്ലാം നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ആണ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് അലൈൻമെൻറ്റ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വീഡിയോയും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇത് റിപ്പയർ ചെയ്യേണ്ട കാര്യം വരില്ല. നിങ്ങൾക്ക് തന്നെ ഇത് തന്നെ ചെയ്യാനും പറ്റും. ഒരു ബേസിക് അതിൻ്റെ ഒരു അവയർനെസ്സും കൂടെ തരുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പം ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇങ്ങനെയാണ് മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു സെക്ഷൻ, ഈ പൊടി സക്ക് ചെയ്യാനുള്ളൊരു കവറ്, സ്റ്റാൻഡിൽ പിടിപ്പിക്കാനുള്ള 2 ഫിറ്റിങ്സ്, ഒരു മാനുവൽ ബുക്ക്, അതിൻ്റെ ഒരു വാറണ്ടി കാർഡ്, ഇത് മെഷീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാതിരിക്കാനുള്ള സപ്പോർട്ടിങ് കവേഴ്സ് ആണ്. ഓക്കെ, ഇത് മെഷീൻ അഴിക്കാനുള്ള ബ്ലേഡ് അഴിക്കാനുള്ള അലങ്കിയും മെഷീൻ്റെ തന്നെ ബ്ലേഡ് കറക്റ്റ് ചെയ്യാനുള്ള ആംഗിൾ സ്കെയില്. ഓക്കെ, ഇത് മക്കീറ്റയുടെ സർവീസ് ഇൻചാർജ് ആണ്. അപ്പം ആളാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ പറഞ്ഞു തരുന്നത്. നമ്മൾ ആദ്യം ഇതിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഇതിൽ 2 ഹോള് വരുന്നുണ്ട് ഈ സൈഡിലായിട്ട്. അതിൽ ഒരു ടൈറ്റ് ചെയ്യാനൊരു സ്ക്രൂ പോലത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. അത് ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഹോളിലേക്ക് തള്ളി കയറ്റി കൊടുക്കുക. അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്യാം. അതേ പ്രൊസീജിയർ തന്നെയാണ് റൈറ്റ് സൈഡിലും വരുന്നത്. ഒരു 2 ഹോളുണ്ട്. ആ 2 ഹോളിലേക്ക് ഈ സ്റ്റാൻഡ് തള്ളി കയറ്റി കൊടുക്കുക. ഒരു സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് പുറകിലൊരു സ്റ്റാൻഡ് പോലെയാണ്. അത് ഈ ഒരു ക്ലാമ്പ് നേരത്തെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇത് വരുന്നത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബോൾട്ട് ലൂസ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് വെക്കുക, ടൈറ്റ് ചെയ്യാം. ഇത് കൂടുതലും നമ്മൾ മെഷീൻ വൈബ്രേഷൻ ആകാതെ ഒരു സ്ഥലത്ത് പ്രസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി, അതായത് ഒരു ചുമരോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് കൊടുക്കുന്നത്. മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മെഷീൻ വൈബ്രേഷനോ കാര്യങ്ങളോ ഇല്ലാതെ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാൻഡിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ മെഷീൻ, അതായത് നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാനും അതേപോലെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ജസ്റ്റ് പ്രസ് ചെയ്യാം, അതേപോലെ തിരിച്ച് വലിക്കുക. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് നമ്മളെ ഡസ്റ്റ്. അത് വരുന്നത് ഇതാ ഇവിടെയാണ് അതിൻ്റെ വരിക. നമ്മൾ ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കട്ട് ചെയ്യുന്ന ഡസ്റ്റുകളെല്ലാം ഇത് കളക്ട് ചെയ്തോളും. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ മട്ടം ഉണ്ടാവും. മട്ടം എന്ന് ഇതിന് പറയാം. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം ഈ ബ്ലേഡും ഈ ടേൺ ബേസും തമ്മിലുള്ള ഗ്യാപ്പാന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈയുടെ ഒരു ബോൾട്ട് ഉണ്ടാവും. അതേപോലെ ഓപ്പോസിറ്റ് ഇപ്പുറമുണ്ട്, ഈ സൈഡിലുമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇത് ലൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഫ്രീ ആയി കിട്ടും. ഫ്രീ ആയി കിട്ടിയ ശേഷം 12-13 സ്പാനർ കൊണ്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ചെറിയ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടും. അത് നമ്മളൊന്ന് ആക്കിയിട്ട് അത് ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം കണക്കായിട്ടുണ്ട്. ചെറിയൊരു പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മട്ട കണക്കായിട്ട് ബ്ലേഡും ടേൺ ബേസുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് നോക്കുക ചെയ്യാം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ 0 കറക്റ്റായില്ലേ, 0 നോക്കുക കറക്റ്റാണോ അല്ലയോ. 0 കറക്റ്റായ ശേഷം ഇത് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം ഇത് ഈ ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ജസ്റ്റ് പ്രസ് വലിക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കുക. ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു സ്ക്വയർ പീസാണ് എടുക്കുക. ഇപ്പോൾ 2 പീസ് വേണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഗ്ലാസ് വെക്കുക, ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. മെഷീൻ എന്ന് വെച്ചാൽ നമ്മുടെ പവർ ഓൺ ചെയ്തതിന് ശേഷം
ഇത് ഈ സ്വിച്ച് ബട്ടൺ എന്നൊരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ മാത്രമേ മെഷീൻ വർക്ക് ചെയ്യും. ഇത് പ്രസ് ചെയ്തിട്ട് നോർമൽ സ്വിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യൂ, അല്ലെങ്കിൽ സ്വിച്ച് ലോക്ക് ആയിരിക്കും, മെഷീൻ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ കണ്ട മെഷീൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ 2 പീസ് വെച്ചിട്ട് അത് കട്ട് ചെയ്യാം. അടുത്ത് നമ്മൾ 45 ആണെന്ന് ചെക്ക് ചെയ്യാം. 90 കഴിഞ്ഞാൽ പിന്നെ 45 ചെക്ക് ചെയ്യാം. അതിന് ഇത് ലൂസ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്യാം. അതിനുശേഷം ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ ലോക്ക് ചെയ്യണ്ട, കറക്റ്റ് 45 വീണതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടിയാണ് നമ്മൾ കട്ട് ചെയ്ത് നോക്കാം. ചെറിയൊരു പീസ് അടുത്ത പീസ് അതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബേസിനകത്ത് പൊടി ഇല്ലാതെ ശ്രദ്ധിക്കണം. പൊടി ഉണ്ടെങ്കിൽ നമ്മളെ വെക്കുന്ന പീസിന് ചെറിയ വ്യത്യാസം വരും. ഈ 2 പീസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി വെച്ച് നോക്കുക. ഇതിൻ്റെ കോണ് നമ്മൾ മട്ടം വെച്ചിട്ട് ചെക്ക് ചെയ്യാം. മട്ടം വെച്ച് ചെക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെയാണ് ഗ്യാപ്പ് വന്നിട്ടുള്ളത്, പുറത്ത് വശത്ത് അത് ഗ്യാപ്പ്, ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗൈഡ് റൂള് പുറത്ത് ഗ്യാപ്പ് വരുന്ന സമയത്ത് ഉള്ളോട്ടേക്കാണ് വരേണ്ടത്. ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ ബോൾട്ട് ലൂസ് ചെയ്യാം, അതിനുശേഷം അതിൻ്റെ ഇപ്പുറ സൈഡിലെ ബോൾട്ടും ലൂസ് ചെയ്യാം. നമുക്ക് 13 T ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖമായിട്ട് ലൂസ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തോട്ടാണ് വരുന്നത്. അകത്തോട്ട് വരാൻ നമ്മൾ ഇതേപോലത്തെ ഫൈബർ ഹാമർ അല്ലെങ്കിൽ ഇവിടെ ഹാമർ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ തട്ടി കൊടുക്കാം. അപ്പം നമ്മളെ ഗൈഡ് റൂള് കുറച്ച് അകത്തോട്ട്, അതായത് നമ്മൾ നിൽക്കുന്ന പൊസിഷനിലോട്ട് വന്നിട്ടുണ്ടാവും. ശേഷം ആ ബോൾട്ട് മാത്രം ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് നോക്കും. കട്ട് ചെയ്തിട്ട് ഈ പരസ്പരം വെച്ചിട്ട് നമ്മൾ മട്ടം വെച്ചിട്ട് ചെക്ക് ചെയ്യാണിത്. ഇപ്പോൾ ആ ഗ്യാപ്പ് വേണ്ട, കുറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഒരു പൊടിക്കൂടെ അത് അകത്തോട്ട് വരാനുണ്ട്. ഒന്നും കൂടി നമ്മൾ ലൂസ് ചെയ്തിട്ട് ചെറിയൊരു തട്ടുകൂടി കൊടുക്കാം. അതങ്ങനെ ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തോട്ടാണ് വരുന്നത്. അകത്തോട്ട് വരാൻ നമ്മൾ ഇതേപോലത്തെ ഫൈബർ ഹാമർ അല്ലെങ്കിൽ ഇവിടെ ഹാമർ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ തട്ടി കൊടുക്കാം. വീണ്ടും കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഗ്യാപ്പ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. കാണുന്നില്ലേ വീഡിയോയിൽ? ഓക്കെ അല്ലേ? ഇതിന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ 45-ൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അത് നമ്മൾ
സാധാരണ നമ്മളിപ്പോൾ ചെയ്ത് ഇതായത് കൊണ്ട് മാത്രമാണ് ഒരു പീസ് കട്ട് ചെയ്തിട്ട് നേരത്തെ ലെവലായ പീസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ കണ്ട ഇത് ഓക്കെയാണ്. നമ്മൾ 2 പീസ് വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 45 രണ്ട് സൈഡും ഓക്കെയാണ്. നമ്മൾ 2 സൈഡും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ച ഈ ഒരു ബോൾട്ട് അത് ടൈറ്റ് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല. അത് ലാസ്റ്റ് ടൈറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ബൈ ചാൻസ് അപ്പുറത്തെ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് വരുന്നുണ്ടോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈറ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഈ ബോൾട്ട് കൂടി ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം മെഷീൻ വർക്കിന് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ സൈഡിലും ഒരു അലൈൻമെന്റിന്റെ ഇത് കാണുന്നുണ്ടാവും നിങ്ങൾ. ഇതെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ അധികം ചെയ്യാത്തൊരു ഭാഗമാണ്. അതായത് ചെരിച്ച് കട്ട് ചെയ്യുന്ന ഇതാണ് വരുന്നത്. അതിന് നമ്മൾ ആദ്യം ഈ മെഷീൻ ലോക്ക് ചെയ്യുന്നത് ലൂസ് ചെയ്തതിന് ശേഷം മെഷീൻ ഇങ്ങനെ ചെരിക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഇത് ഹാൻഡിൽ കണ്ടില്ലേ, അത് നമ്മൾ ആദ്യം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ മാത്രമേ അത് ചെരിഞ്ഞ് വരുള്ളൂ. നമ്മളിങ്ങനെ ചെരിച്ച് വെക്കുക. മെഷീൻ നമുക്കിങ്ങനെ ചെരിച്ചും കട്ട് ചെയ്യാൻ പറ്റും. ചെരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 45 ഡിഗ്രി അലൈൻമെന്റ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് മെഷീൻ ക്ലീൻ ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ബേസ്, ടേൺ ബേസ് കാര്യങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. ക്ലീൻ ചെയ്യുന്നത് മെഷീൻ്റെ ലൈഫ് കൂട്ടും.